Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumod and welcome to a new episode of askTKF. So നിങ്ങളുടെ ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണിത്. സോ തുടങ്ങാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഡോണ്ട് ഫർഗെറ്റ് ടു ആഡ് #askTKF. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രോ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് XPG 3200 MHz 8GB CL162020 റാം ആണ്. കഴിഞ്ഞ ദിവസം സെയിം സ്പെക്കുള്ള റാം ഓർഡർ ചെയ്തു. 161818 ആണ്. സോ ഡ്യുവൽ ചാനൽ വർക്ക് ആവില്ല, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ? റാം ഡെലിവർ ആയിട്ടില്ല. സോ ഒരു പ്രശ്നമില്ല, ഡ്യുവൽ ചാനൽ വർക്ക് ആകും, നോ ഇഷ്യൂസ്. CL വാല്യൂ 16 ആയതുകൊണ്ട് രണ്ടും വർക്ക് ആകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗെയിമിങ്ങിന് വേണ്ടി GPU എടുക്കുമ്പോൾ സൈസ് ആണോ സ്പീഡ് ആണോ ആദ്യം നോക്കേണ്ടത്? ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഗ്രാഫിക്സ് കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്പർ 1 നമ്മൾ നോക്കേണ്ടത് പ്രോസസ്സറുമായിട്ടുള്ള ഒരു കമ്പാറ്റബിലിറ്റി ആണ്. പ്രോസസ്സറുമായിട്ട് മാച്ച് ആകുമോ എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. സോ ബോട്ടിൽ നെക്കിങ്ങിന്റെ സീൻ എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഈ സ്പീഡ് അത്ര വലിയ മേജർ ഫാക്ടർ ഒന്നും അല്ല, ബിക്കോസ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓരോ ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ് GPUസിൽ ഡിഫറെന്റ് സ്പീഡ്സ് ആയിരിക്കും വരുന്നത്. സോ അത് നമുക്ക് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ നമുക്കൊരു ഫാക്ടറായിട്ട് എടുക്കാൻ പറ്റത്തില്ല. സോ സ്പീഡും മേജർ ഒരു ഫാക്ടർ അല്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് തന്നെ മേടിക്കാൻ ട്രൈ ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും നിങ്ങളുടെ ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും മാക്സിമം ഏതെടുക്കാൻ പറ്റുമോ അത് തന്നെ എടുക്കാൻ നോക്കുക. സ്പീഡ് മാത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈനിലെ GPU തന്നെ എടുക്കേണ്ടി വരും. പക്ഷേ അത്രയും ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. സോ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും ബെസ്റ്റ് GPU തന്നെ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് 3200G വിത്ത് 1660 സൂപ്പർ ആണ്. എനിക്ക് വാലറന്റ് ഫ്രെയിം കിട്ടുന്നത് 160 to 188, വിത്തൗട്ട് GPU 160 to 170 കിട്ടുന്നുണ്ട്. റീസൺ അറിയാവോ? റീസൺ അറിയാവുന്ന ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് റീസൺ ഒന്നും അറിയത്തില്ല. ബട്ട് വാലോറന്റ് എന്ന ഗെയിം CPU ബൗണ്ട് ആണ്, പ്രോസസ്സറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ 3200G വെച്ച് നിങ്ങൾക്കിപ്പം 160 to 180 FPS അത് ഏത് സെറ്റിംഗ് ആണെന്നോ അല്ലെങ്കിൽ എന്താണെന്ന് ഡീറ്റെയിൽസ് റെസൊല്യൂഷൻ ഏതാണെന്ന് കറക്റ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ 160 to 180 നിങ്ങൾക്ക് 3200Gയിൽ കിട്ടുന്നുണ്ട്. 1660 സൂപ്പർ വെച്ചിട്ടും ആ ഒരു ഇതാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സും കാര്യങ്ങളും നോക്കണം. എന്തായാലും വാലറന്റ് ഒരു CPU ബൗണ്ട് ഗെയിമാണ്. സോ അതിന് വലിയൊരു ഗ്രാഫിക്സ് കാർഡിൻ്റെയോ വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു PCയുടെ ആവശ്യമൊന്നുമില്ല. സോ ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ളത് ബെറ്റർ പ്രോസസ്സർ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു APU പ്ലസ് ഒരു ഗ്രാഫിക്സ് കാർഡ് ഡെഡിക്കേറ്റഡ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല. സോ നല്ലൊരു CPUലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രോ എൻ്റെ PCയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന റീസ്റ്റോർ പോയിന്റ് തന്നെ ഡിലീറ്റ് ആവുന്നു. ഞാൻ ക്രിയേറ്റ് ചെയ്ത റീസ്റ്റോർ പോയിന്റ് അവിടെ കാണുന്നില്ല. 6 to 7 ടൈംസ് ക്രിയേറ്റ് ചെയ്തതാണ്. റീസ്റ്റോർ പോയിന്റിന് ആക്ച്വലി ഒരു ലിമിറ്റ് ഉണ്ട്. ലൈക്ക് ഒരു 90 days ടൈം പീരീഡിൽ അത് ഓട്ടോ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ റീസ്റ്റോർ പോയിന്റ് എവിടെയാണോ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ സൈസിലും ഡിപ്പെൻഡ് ചെയ്യും. ഇൻ കേസ് നിങ്ങൾ വെറുതെ റീസ്റ്റോർ പോയിന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. മേജർ എന്തെങ്കിലും അപ്ഡേറ്റ്സോ എന്തെങ്കിലും 1-2 തവണ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് റീസ്റ്റോർ പോയിന്റിന് എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര സൈസാണ് അലൊക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. യൂഷ്വലി വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കും എത്ര സൈസ് ആണെന്നുള്ളത്. സോ അതിൽ കൂടുതൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ചുമ്മാ റീസ്റ്റോർ പോയിന്റ് എപ്പോഴും ആവശ്യമില്ലാതെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പഴയത് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ ഇത് മേ ബി 2 റീസൺസ് കൊണ്ടാകാം. ഒന്ന് 90 days ടൈം പീരീഡിൽ ഓട്ടോ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് മേ ബി സൈസ് കുറവായിരിക്കും. സോ നിങ്ങൾ ആവശ്യമില്ലാതെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് പഴയതെല്ലാം ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഹാവ് എ Dell Inspiron 3584 i3 7th generation. It supports 256GB PCIe SSD but I have a 500GB NVMe SSD. Can it will affect the laptop? No problem now. ആക്ച്വലി കുറച്ച് ക്ലിയർ അല്ല ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. i3 7th generation ലാപ്ടോപ്പ് ഉണ്ട്, 256GB സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. 500GB നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇഫ് യു ആർ യൂസിങ്, ഇഫ് ഇറ്റ് വർക്ക്സ്, നോ ഇഷ്യൂസ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, 500GB ഇൻസ്റ്റാൾ ചെയ്ത് വർക്കിംഗ് ആണെങ്കിൽ അതിലിപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. അതിലിപ്പോൾ എന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഐ എം നോട്ട് ഷുവർ ഇഫ് യു ആസ്കിങ് ദ സെയിം തിങ്. അത് തന്നെ ആണെങ്കിൽ ഇഫ് ഇറ്റ് വർക്ക്സ് ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രോ RP കളിച്ച് സ്ട്രീം ചെയ്യാൻ പറ്റിയ ലോ ബഡ്ജറ്റ് PC സ്പെക്ക് പറയാമോ? ഇത് സ്പെക്ക് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ബഡ്ജറ്റിലാണ്. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, നിങ്ങളുടെ ബഡ്ജറ്റും സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യണം. ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുവാണെങ്കിലും ഒരു i3 12100F പ്രോസസ്സർ വിത്ത് ഒരു യൂസ്ഡ് 1660 സൂപ്പർ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 40,000 to 50,000 റേഞ്ചിൽ അത്രയെങ്കിലും മിനിമം സ്പെക്കുള്ള ഒരു PC വേണ്ടി വരും. റോൾ പ്ലേ കളിച്ചുകൊണ്ട് സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ. കോർ കൗണ്ട് കൂടുതലാണെങ്കിൽ അത്രയും നല്ലതാണ്. ബട്ട് i3 12th generation 12100F നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡ്സും ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉള്ളതാണ്. സോ ഒരു സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റാണ് ചോദിക്കുന്നതെങ്കിൽ i3 12100F പ്ലസ് 1660 സൂപ്പർ യൂസ്ഡ് അല്ലെങ്കിൽ RTX 2060 യൂസ്ഡും നോ പ്രോബ്ലം. 16GB റാം ആൻഡ് മറ്റ് പാർട്സ് നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ നോക്കാം.
നെക്സ്റ്റ് ക്വസ്റ്റൻ 3200G വർത്ത് ആണോ? ഓക്കെ, 3200G വർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഇതും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് പേർപ്പസ് ആൻഡ് നിങ്ങളുടെ ബഡ്ജറ്റ്. നിങ്ങൾക്ക് ഇപ്പം ഏറ്റവും ലോ ബഡ്ജറ്റ് ആണ്, ഒരു 15,000 to 20,000 റേഞ്ചിൽ ഒരു PC ആണ് നോക്കുന്നതെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല നിങ്ങൾക്ക്. യു ഓൺലി ഹാവ് 3200G ആസ് എൻ ഓപ്ഷൻ. സോ അത്രയും കൺസ്ട്രെയിൻഡ് ഒരു ബഡ്ജറ്റ് ആണ്. നിങ്ങൾക്ക് ബേസിക് യൂസിന് ലൈറ്റ് ഗെയിമിങ്ങിന് എന്തെങ്കിലും ഒരു PC ആണ് നോക്കുന്നതെങ്കിൽ 3200G ഓക്കെ ആണ്. ബട്ട് ഐ വുഡ് റെക്കമെൻഡ് കുറച്ചും കൂടി ബെറ്റർ സ്പെൻഡ് ചെയ്ത് 5600G എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ബ്രോ, 65K ഫുൾ PC ബിൽഡ് വിത്ത് RTX 3060 യൂസ്ഡ് പറ്റുമോ? ഓക്കെ, RTX 3060യുടെ നമ്മൾ ലാസ്റ്റ് ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 60K റേഞ്ചിലുള്ളത്. ഇൻ കേസ് ഇതിൽ ഫുൾ ബിൽഡ് ആണ് വിത്ത് മോണിറ്റർ ആണ് നോക്കുന്നതെങ്കിൽ എന്തായാലും ഒരു 70-75 റേഞ്ചിലോട്ട് പോകും. ഈവൻ യൂസ്ഡ് RTX 3060 വെച്ചാണെങ്കിലും വിത്തൗട്ട് മോണിറ്റർ നമുക്കൊരു 60-62 റേഞ്ചിൽ ചെയ്യാൻ പറ്റും. ബട്ട് വിത്ത് മോണിറ്റർ ഫുൾ ബിൽഡ് ആണ് നോക്കുന്നതെങ്കിൽ ബഡ്ജറ്റ് കുറച്ച് കൂടും. സോ സ്പെക്സ് വേണേ ആ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ മേളിൽ പിൻ ചെയ്തേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റൻ, ഞാനൊരു PC എടുക്കുന്നുണ്ട് i5 12400F RTX 3060 പവർ സപ്ലൈ 650 വാട്ട്സിന്റെ. എൻ്റെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ട്, ഞാൻ UPS എടുക്കേണ്ട ആവശ്യമുണ്ട്, ഉണ്ടെങ്കിൽ ഏതെടുക്കണം, നല്ലത് ഏതാണ്? ഓക്കെ, സെയിം ക്വസ്റ്റൻ, സിമിലർ ക്വസ്റ്റൻ വേറൊരാളും കൂടി ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ PC ബിൽഡിൽ UPS ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഓക്കെ, ഇൻ കേസ് നിങ്ങളുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ട് ആൻഡ് ഇൻവെർട്ടർ UPS മോഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻവെർട്ടർ ആണെങ്കിൽ ഒരു UPSന്റെ ആവശ്യമൊന്നുമില്ല. സോ ഇൻ കേസ് UPS മോഡ് ഇല്ല, കറണ്ട് പോകുന്ന സെയിം സെക്കൻഡിൽ തന്നെ പവർ ഇൻവെർട്ടറിലോട്ട് കയറുന്നില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്, കുറച്ച് പഴയതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു UPSന്റെ ആവശ്യം വരും. ബെസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് APC ബ്രാൻഡിന്റെ 1100VA നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ ബ്രോ, എനിക്ക് മോഡറേറ്റ് ടു ഹെവി ഗെയിമിംഗ്, ഹെവി വീഡിയോ എഡിറ്റിംഗ് ആൻഡ് മൾട്ടിപ്പിൾ എഫക്ട് ലെയേഴ്സ്, മോഡറേറ്റ് ബ്ലെൻഡർ പോലത്തെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ ഒരു ബെസ്റ്റ് ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാമോ? ബഡ്ജറ്റ് 1.3 lakh റേഞ്ച് ആണ്. MSIയുടെ Crosshair i7 RTX 3070 ആ റേഞ്ചിൽ അവൈലബിൾ ആണ്. ബട്ട് ഐ എം സ്കെപ്റ്റിക്കൽ അബൌട്ട് ഇറ്റ്സ് കൂളിംഗ്, ലോഞ്ചിവിറ്റി ആൻഡ് സർവീസ്. ഓക്കെ, ഞാൻ ഒരു കാര്യം ഫ്രാങ്ക് ആയിട്ട് പറയാം, നിങ്ങൾ ഇൻ കേസ് ഒരു ഡെഡിക്കേറ്റഡ് GPU ഉള്ള ലാപ്ടോപ്പ് നോക്കുവാണെങ്കിൽ ലോഞ്ചിവിറ്റി, ഈ ബാറ്ററി ലൈഫും ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അൺലെസ് നിങ്ങൾ ഏറ്റവും ഹയസ്റ്റ് ബഡ്ജറ്റിലുള്ള ബെസ്റ്റ് ലാപ്ടോപ്പ് ആണ് എടുക്കുന്നതെങ്കിൽ. അല്ലാതെ കുറച്ച് ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ് ആയിട്ട് ഈ 1 lakh റേഞ്ചിന് താഴെയുള്ളത്, ഈവൻ 1,30,000 റേഞ്ച്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് വെച്ച് RTX 3070 ലാപ്ടോപ്പ് ആണ് 1,30,000 റേഞ്ചിൽ പറഞ്ഞത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഡെഡിക്കേറ്റഡ് GPU വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ലാപ്ടോപ്സിലും ബാറ്ററി ബാക്കപ്പ് എല്ലാം കുറവായിരിക്കും. സിമിലർലി ബിൽഡ് ക്വാളിറ്റിയും ലോഞ്ചിവിറ്റിയും ഓരോ ബ്രാൻഡും മോഡൽ അനുസരിച്ചിരിക്കും. 1.3 lakhൽ എന്തായാലും MSI Crosshair നല്ലൊരു മോഡൽ തന്നെയാണ്. RTX 3070 ആണ് GPU കിട്ടുന്നത് ആൻഡ് i7 ആണ് പ്രോസസർ. സോ നിങ്ങൾ പറഞ്ഞ ഈ പേർപ്പസിനെല്ലാം അത്യാവശ്യം നല്ല ഡീസന്റ് പെർഫോമൻസ് കിട്ടുന്ന ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. ബട്ട് MSI ഇൻ കേസ് പലരും പറയുന്നത് സർവീസ് ഇല്ല, അല്ലെങ്കിൽ MSIയുടെ സർവീസ് സെന്റേഴ്സ് കുറവാണെന്നൊക്കെയാണ്. സോ അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ HPയുടെ Omen നോക്കാവുന്നതാണ്. 1,20,000 റേഞ്ചിൽ ഈ പർട്ടിക്കുലർ ലാപ്ടോപ്പ് ഡീലിൽ അവൈലബിൾ ആണ്. Ryzen 7 6800H പ്രോസസറും RTX 3070 ആണ് GPU വരുന്നത്. 16GB ആണ് റാം. ഈവൻ ദോ നിങ്ങൾ Intel ആൻഡ് NVIDIAയുടെ കോമ്പിനേഷൻ ആണ് ചോദിച്ചത്, പക്ഷേ പവർ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ, തെർമൽസിന്റെ കാര്യത്തിൽ AMD ആണ് ബെസ്റ്റ്. സോ നിങ്ങൾ നേരത്തെ പറഞ്ഞു കൂളിംഗിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്ന്. സോ കൂളിംഗിന്റെ കാര്യം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന Ryzen പ്രോസസറും NVIDIA GPU ഉള്ള ലാപ്ടോപ്സ് എടുക്കുന്നതായിരിക്കും. ബിക്കോസ് കമ്പാരിറ്റീവ്ലി Intelന്റെ 12th and 13th ജനറേഷൻ പ്രോസസർ ഉള്ളത് എടുക്കുന്നതിനേക്കാളും തെർമൽ വൈസ്, എഫിഷ്യൻസി വൈസ് AMD നോക്കുന്നതാണ് ബെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റൻ ബ്രോ, ഒരു 20K അണ്ടറിൽ CPU ബിൽഡ് പറ്റുമോ ഗെയിമിംഗ്? ഓക്കെ, ഗെയിമിംഗ് പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പറ്റും. നിങ്ങൾക്കൊരു പഴയ ഓഫീസ് ബേസ്ഡ് PC എടുക്കാം, എന്നിട്ടൊരു GPU, യൂസ്ഡ് ഒരു GPU വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഗെയിമിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഏറ്റവും പഴയ Intelന്റെ 3rd ജനറേഷൻ 4th ജനറേഷൻ ഇതും കോംബോ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇത്രയും പഴയ യൂസ്ഡ് PC വാങ്ങിച്ച് അതിൽ GPU ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. 20K റേഞ്ചിൽ എന്തായാലും പുതിയ ബിൽഡ് ഗെയിമിങ്ങിന് വേണ്ടി പറ്റത്തില്ല. യൂസ്ഡ് GPU വെച്ച് അല്ലെങ്കിൽ യൂസ്ഡ് പാർട്സ് വെച്ചുള്ളതേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റൻ ബ്രോ, Ryzen 5 5600G പറ്റിയ ടൈറ്റ് ബഡ്ജറ്റ് മദർ ബോർഡ് ഏതാണ്? ഓക്കെ, 5600Gക്ക് B550 ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ആസ്റോക്കിന്റെ B550M Pro 4 അല്ലെങ്കിൽ Phantom Gaming 4 മോഡൽ നോക്കാം. മിനിമം എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ്. ഇൻ കേസ് ഒത്തിരി ബഡ്ജറ്റ് കുറവാണെങ്കിൽ B450 നോക്കാം. പക്ഷേ ഡു കീപ്പ് ഇൻ മൈൻഡ് നിങ്ങൾക്ക് ബയോസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. സോ അതൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റൻ, ഹാക്കിൻതോഷ് പ്ലീസ് എക്സ്പ്ലെയിൻ. ഓക്കെ, ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും എനിക്കറിയത്തില്ല, ബിക്കോസ് ഞാനൊരു വിൻഡോസ് യൂസറാണ്, മാക് യൂസർ അല്ല. സോ ബേസിക്കലി ആപ്പിളിന്റെ മാക് OS ഒരു നോർമൽ വിൻഡോസ് PCയിൽ ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യുന്നതാണ് ഹാക്കിൻതോഷ് എന്ന് പറയുന്നത്. സോ ഇതിനി എങ്ങനെ ചെയ്യും, എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് അത്ര ഐഡിയ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക് യൂസർ അല്ല, വിൻഡോസ് യൂസർ ആണ്. ഇത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, കുറേ ആർട്ടിക്കൽസ് കിട്ടും. അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി ഇങ്ങനെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാകും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് എങ്ങനെയാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ, നൗ യൂസ് B450 Steel Legend for Ryzen 5600G otherwise B550 which is better? ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു B550 ആണ് ഓൾവേസ് ബെറ്റർ. B450 ഇൻ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ B450യുടെ Steel Legend നല്ല മദർ
ബോർഡാണ്, ബട്ട് ബയോസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഡു റിമെമ്പർ ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റൻ, ഞാൻ യൂസ് ചെയ്യുന്നത് അസ്യൂസിൻ്റെ ടഫ് A15 Ryzen 7 6000 വിത്ത് RTX 3050 ലാപ്പാണ്. ഇതിലേക്ക് ഒരു എക്സ്റ്റേണൽ മോണിറ്റർ ഏതാണ് നല്ലത്, റിക്കമെൻഡ് ചെയ്യാവോ? അണ്ടർ 15K ഓർ 20K? ഓക്കെ, RTX 3050 ആണ് GPU. സോ ഒരു എക്സ്റ്റേണൽ മോണിറ്റർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഗിഗാബൈറ്റിൻ്റെ G24F മോഡൽ നോക്കാം. സോ അണ്ടർ 15K ഈസിലി അവൈലബിൾ ആണ്. 20K റേഞ്ച് ഒന്നും പോകേണ്ട ആവശ്യമില്ല. 20K പോകുന്നുണ്ടെങ്കിൽ 2K മോണിറ്റർ എടുക്കേണ്ടി വരും. ബട്ട് 2K മോണിറ്റർ RTX 3050ക്ക് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യത്തില്ല. 1080p മോണിറ്റർ തന്നെ ഇനഫ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ, ചെറിയ ബഡ്ജറ്റിൽ കിട്ടുന്ന നല്ല ചെയർസ് ഏതൊക്കെയാണ്? അറൌണ്ട് 3000 rupees. ഓക്കെ, 3000 rupees റേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആമസോണോ ഫ്ലിപ്കാർട്ടിൽ നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ആയിട്ടുള്ള ഫർണിച്ചർ സ്റ്റോഴ്സിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇത്രയും ലോയിൽ നല്ല ചെയർസ് എന്തായാലും കിട്ടത്തില്ല. ബേസിക് ആയിട്ടുള്ള ഓഫീസ് ചെയർസേ കിട്ടത്തുള്ളൂ. സോ അതിലിപ്പോൾ പ്രത്യേകിച്ച് നല്ല ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും ഇത്രയും ലോ റേഞ്ചിൽ എനിക്കറിയത്തില്ല. ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഷോപ്സിൽ നോക്കുന്നതായിരിക്കും. പോയിട്ട് കണ്ട് നിങ്ങൾ എല്ലാം നോക്കി ഇരുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഓഫീസ് ചെയർസ് ഒക്കെ 6 to 8K റേഞ്ചിലാണ് സ്റ്റാർട്ട് ആകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റൻ, PC ടെമ്പേർഡ് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന സൊല്യൂഷൻ ഏതാണെന്നും പറയാമോ? നല്ല പ്രോഡക്റ്റ് ഒന്ന് ടാഗ് ചെയ്യാമോ? ഓക്കെ, PC ടെമ്പേർഡ് ഗ്ലാസ് ബേസിക്കലി ഞാൻ ഇതുവരെ ഒരു പ്രോഡക്റ്റും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. സോ ഐ എം നോട്ട് ഷുവർ. മേ ബി ഗ്ലാസ് ക്ലീനേഴ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാമായിരിക്കും. ബട്ട് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് നല്ല മൈക്രോ ഫൈബർ ക്ലോത്തും വാട്ടറും ആണ്. സോ മേ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പ്രോഡക്ട്സ് നോക്കാം. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് അത്ര ഐഡിയ ഇല്ല. സോ ഡു യുവർ റിസർച്ച് ബിഫോർ ബൈയിങ്. എൻ്റെ ഒരു ഇതിൽ പറയുവാണെങ്കിൽ നോർമൽ വാട്ടർ ഈസ് മോർ ദാൻ ഇനഫ്. ബേസിക് നോർമൽ വാട്ടർ സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റൻ, ബ്രോ ഒരു 15 to 20 റേഞ്ച് ബിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ബിൽഡ് വിത്ത് സെയിം പ്രൈസ് ചെയ്യാമോ വിത്ത് യൂസ്ഡ് പാർട്സ് ഫോർ ബേസിക് എഡിറ്റിംഗ് ആൻഡ് ഗെയിമിംഗ്? ഓക്കെ, അതുപോലെ അധികം നമുക്കൊന്നും ചെയ്യാൻ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പഴയ ഇന്റലിന്റെ പ്രോസസ്സേഴ്സ് വെച്ചുള്ള ബിൽഡാണ്. അതിലിപ്പം സ്പെസിഫിക് ആയിട്ട് കൂടുതൽ പാർട്സും കാര്യങ്ങളും നമുക്ക് റെക്കമെൻഡ് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു കൺസ്ട്രെയിൻ ബഡ്ജറ്റിൽ കിട്ടുന്ന പ്രോസസ്സർ, മദർബോർഡ്, റാം കോംബോ അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള ഓഫീസ് PC വാങ്ങിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു യൂസ്ഡ് GPU കൂടെ വാങ്ങിച്ച് സെറ്റ് ആക്കുന്നതായിരിക്കും നല്ലത്. അണ്ടർ 20K എന്തായാലും അത്യാവശ്യം നല്ല ഡീസൻറ്റ് PC ബിൽഡ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് മീ. നമുക്ക് ഉണ്ടെങ്കിൽ PC പാർട്സ് കിട്ടുവാണെങ്കിൽ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ, ഫോർ ഗെയിമിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് സോഫ്റ്റ്വെയർ AutoCAD, Revit. സോ റെൻഡറിംഗ് കാണും. ബഡ്ജറ്റ് 50K ആണ്. AMD Ryzen പ്രോസസർ വിത്ത് ഗ്രാഫിക്സ് കാർഡ് ഏതാണ് സൂട്ടബിൾ എന്ന് പറയാമോ? RAM 16GB ആണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതും നമ്മുടെ ലാസ്റ്റ് ഷോർട്സ് വീഡിയോ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് വേണം ചെക്ക് ചെയ്യാൻ നോക്കാം. 50K റേഞ്ചിനേക്കാളും കുറച്ചും കൂടി ഒരു 60Kയിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ യൂസ്ഡ് RTX 3060 വെച്ച് നമുക്ക് ബിൽഡ് ഈസിലി ചെയ്യാൻ പറ്റും. സോ 50Kയുടെ ടൈറ്റ് ബഡ്ജറ്റ് ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് Ryzen 5 5500 അല്ലെങ്കിൽ 5600 വിത്ത് 16GB RAM ആൻഡ് RTX 2060 യൂസ്ഡ് GPU വെച്ചുള്ള ബിൽഡ് നമുക്ക് 50-55 റേഞ്ചിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടി എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്ത് RTX 3060 യൂസ്ഡ് ബിൽഡ് എടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ഈ ഓവറോൾ പർപ്പസിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫൈനൽ ക്വസ്റ്റൻ, ഹൈ ബ്രോ, എൻ്റെ ലാപ്ടോപ്പ് മോഡൽ HP 15DI0XXX ഇതാണ്. എൻ്റെ പ്രോസസർ i3 720U ആണ്. അതിൽ എത്ര റാം വരെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് എത്ര മെഗാഹെർട്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും? ഞാനൊരു 8GB 2666 മെഗാഹെർട്സിൻ്റെ വാങ്ങി ഇട്ടിട്ടുണ്ട്. ആ റാം കൊണ്ട് വല്ല ഉപയോഗം ഉണ്ടോ? ഓക്കെ, ഇതും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ബിക്കോസ് ഓൾറെഡി നിങ്ങൾ റാം വാങ്ങി ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ലാപ്ടോപ്പാണ്, നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എനിവേസ്, ഈ പർട്ടിക്കുലർ പ്രോസസർ നിങ്ങൾ i3 720U എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. സോ 720U എന്നൊരു പ്രോസസർ ഇല്ല, 7020U ആണ്. i3 7020U ആണെങ്കിൽ പഴയ പ്രോസസറാണ്. സോ റാം 2133 MHz വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ 2666 ഇട്ടു എന്ന് പറയുന്നു. സോ അത് മേ ബി വർക്ക് ആകുന്നത് ഡൗൺ ക്ലോക്ക് ആയിട്ടായിരിക്കും വർക്ക് ആകുന്നത്. ആൻഡ് ഈ പർട്ടിക്കുലർ പ്രോസസർ 7020U ആണെങ്കിൽ ഒരു ഡ്യുവൽ കോർ ബേസിക് പ്രോസസർ ആണ്. സോ അതിൽ കൂടുതൽ റാം വാങ്ങിച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല. 8GB റാം ഈസ് ബേസിക് മോർ ദാൻ ഇനഫ്. ഇതിൽ ഇനിയും റാം ഇട്ടിട്ട് വലിയ യൂസ് ഒന്നുമില്ല ബിക്കോസ് പ്രോസസർ വീക്ക് ആണ്. സോ ഈ പർട്ടിക്കുലർ പ്രോസസറിന് 8GB റാം ഈസ് ഫൈൻ. ബട്ട് എത്രത്തോളം അത് ഉപകാരപ്പെടുമെന്നുള്ളത് നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എനിവേസ്, അതായിരുന്നു ഇന്നത്തെ askTKF എപ്പിസോഡിലെ ലാസ്റ്റ് ക്വസ്റ്റൻ. സോ ഐ ഹോപ്പ് നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റൻസും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. സോ പുതിയ ക്വസ്റ്റൻസ്, ഡൗട്ട്സ്, ക്യൂരീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.